കരിങ്കോളി ഹൈ റേഞ്ച് കുടിയേറ്റക്കാരുടെ ഇടയിൽ സംഭവ കഥകളായി പറഞ്ഞു പഴകിയ ഒരുപാട് കഥകളുണ്ട്. അവ കേൾക്കാനും പറയുവാനും രസകരങ്ങളും അത്ഭുതവും അതിശയോക്തിയും ഉണർത്തുന്നവയുമാണ്. ഈ കഥകളിൽ അതിശയകരങ്ങളായ മൃഗങ്ങളെയും പ്രേതങ്ങളെയും പിശാചുക്കളെയും മനുഷ്യരെയും ദേവീദേവന്മാരെയും എല്ലാം കണ്ടുമുട്ടാം. ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കഥകളെല്ലാം അനുഭവസ്ഥരും പഴയ നായാട്ടുകാരും മൺമറഞ്ഞു പോയ കാരണവന്മാരും അവർ നേരിട്ടനുഭവിച്ചതെന്ന പോലെ പറഞ്ഞു തന്നിട്ടുള്ളവയാണ്. ഇതിലെ സത്യാസത്യങ്ങളല്ല, ഇവയുടെ വിശ്വാസയോഗ്യമായ അവതരണമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. കരിങ്കോളി 50-60 അടിയോളം നീളവും വലിയ കവുങ്ങിനേക്കാളും വണ്ണവും ഉള്ള കരിനീല നിറവും വിഷം ചേറ്റി തെറിപ്പിക്കുവാൻ ശേഷിയുള്ളതുമായ പാമ്പ്. ആൺപാമ്പിന് തലയിൽ പൂവൻ കോഴിയുടെ പോലെ പൂവും ഹീറോപേനയുടെ ആരോ ചിഹ്നം പോലൊരു അടയാളം കഴുത്തിലും ഉണ്ടായിരിക്കും. പെണ്ണിനെ കോളി എന്ന് വിളിക്കും. പൂ ഉണ്ടായിരിക്കില്ല. ആൺപാമ്പിന്റെ അത്ര വലിപ്പവുമില്ല. ഇണയെ ആകർഷിക്കുന്നതിന് പരസ്പരം ശബ്ദം ഉണ്ടാക്കും. ഇതിന് കൊക്കുക എന്നാണ് പറയുന്നത്. അടഞ്ഞ കാടുകളിലാണ് താമസം. മാംസഭോജിയാണ്. പഴയ നായാട്ടുകാരുടെ നാവുകളിലൂടെ ഇപ്പോഴും ജീവിക്കുന്നു. ഇടുക്കി, പെരിയാർ, നെല്ലിയാമ്പതി കാടുകളിൽ ഇപ്പോഴും ഉണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്റെ പേര് മത്തായി. ഈരാറ്റുപേട്ടയിൽ നിന്നും ആദ്യകാലത്ത് കുടിയേറിയതാണ്. ആനയോടും മലമ്പാമ്പിനോടും രോഗങ്ങളോടും എല്ലാം പടവെട്ടിയാണ് ഇന്നത്തെ ഈ നിലയിലെത്തിയത്. പുതുതലമുറയ്ക്ക് ഇതുവെല്ലാം അറിയണോ? നിങ്ങൾക്ക് വേണ്ടി എന്റെ ഒരു അനുഭവത പറയാം. 60കളുടെ കാലം, എന്റെ ചോരത്തിളപ്പിന്റെ സമയം. ഈ ഭാഗമൊക്കെ അന്ന് കൊടും കാടാണ്. എനിക്കന്ന് 7 ചാണ്ടിന്റെ ഒരു തോക്കുണ്ട്. അതുമായി ഒന്ന് കറങ്ങി വന്നാല് ആവേശത്തിനിറച്ചി. അത്രമാത്രം മൃഗങ്ങളുണ്ടായിരുന്നു അന്ന്. അന്നൊരു വ്യാഴാഴ്ച. ഒറ്റോത്ത് വർക്കി ഇവിടെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത്. അങ്ങേരും ഭാര്യ ത്രേസ്യാമ്മച്ചേടത്തിയും മാത്രം. പിള്ളേരെല്ലാം നാട്ടിൽ തറവാട്ടിലാണ് താമസം. അങ്ങേര് ഒരു ലോകോത്തര പിശുക്കൻ. ചേടത്തിയാണെങ്കിൽ നല്ല തറവാട്ടിൽ നിന്നും വലതും തിന്നും കുടിച്ചും വളർന്നത്. അങ്ങേരുടെ ചെലവ് നിയന്ത്രണം ഭയങ്കരമാണ്. പറമ്പിൽ നിന്നും കൊയ്തെടുക്കുന്ന നെല്ല് പത്തായത്തിൽ സൂക്ഷിച്ചിരിക്കും. അന്ന് കരയ്ക്കാണ് നെല്ല് നടുന്നത്. അത് സൂക്ഷിക്കുന്നതിന് എല്ലാ വീടുകളിലും തന്നെ പത്തായമുണ്ട്. ഇങ്ങേരുടെ പത്തായത്തിനുമുണ്ട് പ്രത്യേകത. നിലത്തു നിന്നും 6 അടിയോളം പൊക്കത്തില് കാല് നാട്ടി അതിനു മുകളിലാണ് പത്തായം പണിതിരിക്കുന്നത്. ഈ പത്തായത്തിനടിയിലാണ് വീട്ടിലെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത്. വാക്കത്തി, തൂമ്പ, കോടാലി മുതലായവ. ഒരു പറ നെല്ല് പുള്ളി അളന്നു നൽകും. 1 മാസത്തേക്കാണിത്. നാഴി എണ്ണ. എണ്ണ കറിയെ കാണിക്കാനേ പാടൂ, ചേർക്കരുത്. തേങ്ങ 1. തേങ്ങ കൊണ്ടേ കറിക്കരയ്ക്കാവൂ, തേങ്ങ ചേർത്തരയ്ക്കരുത്. ഇങ്ങേരുടെ ഈ സ്വഭാവം കാരണമാണ് ചേടത്തി പിള്ളേരെ എല്ലാം നാട്ടിൽ കൊണ്ട് നിർത്തിയേക്കുന്നത്. വർക്കിച്ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണ് ചേടത്തി എന്തെങ്കിലും വായിക്ക് രുചിയായി ഉണ്ടാക്കി തിന്നുന്നത്. അന്ന് രാവിലെ വർക്കിച്ചേട്ടൻ തുണിയൊക്കെ മാറി എന്തോ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനായി മടത്തുംകടവിലേക്ക് യാത്രയായി. പെരിയാർ കടന്ന് വേണം പോകാൻ. 10 കിലോമീറ്ററോളം നടക്കണം. എങ്ങനെയായാലും തിരിച്ചു വരുമ്പോൾ സന്ധ്യയാകും. കിട്ടിയ അവസരം മുതലാക്കി ചേടത്തി അടുത്ത കടയിലേക്ക് വച്ചു പിടിപ്പിച്ചു. തൊട്ടിക്കുട്ടിക്കാണ് അന്ന് കച്ചവടം. കച്ചവടം എന്ന ഒരു കൊച്ചു മാടക്കട. അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും. അതും അകലേന്ന് തലച്ചുമട്ടെ കൊണ്ടുവരുന്നത്. ചേടത്തി അവിടുന്ന് അല്പം ഉണക്കമീനും പപ്പടവും എണ്ണയും പരിപ്പും പയറും തേങ്ങയും എല്ലാം വാങ്ങി. കാശ് അവരുടെ അമ്മ വരുമ്പോൾ കൊടുക്കുന്നതാണ്. ചേടത്തി നേരെ വീട്ടിൽ ചെന്ന് പാചകം ആരംഭിച്ചു. ഏകദേശം വിഭവങ്ങളെല്ലാം തയ്യാറായി. പപ്പടം പൊള്ളിക്കാൻ തുടങ്ങി. ഈ നല്ല നേരത്താണ് നമ്മുടെ കഥാനായകൻ പെരിയാറ്റിൽ വെള്ളം പൊങ്ങിയതിനാൽ യാത്ര മാറ്റിവെച്ച് ഏതാണ്ട് ചീട്ടുകളി സഭയിലും ഒക്കെ നിരങ്ങി വെച്ചും തിരിച്ചു വരുന്നു. വീടിന്റെ അടുത്തെത്തിയപ്പോഴേ നല്ല മണം. അത് സ്വന്തം വീട്ടിൽ നിന്നാണെന്ന് മനസ്സിലായതോടെ അങ്ങേരുടെ ചോര തിളയ്ക്കാൻ തുടങ്ങി. കലിപ്പോടെ നേരെ വീട്ടിലേക്ക് കയറി ചെന്നു. ഒറ്റ ചവിട്ട്, ചട്ടി തെറിച്ച് മുറ്റത്ത്. ചോറും കറിയും എല്ലാം പുറകെ. നീ എന്നെ മുടിപ്പിക്കാനാണോടി മോളെ? പിന്നെ ചേടത്തി കുനിയുന്നു. വർക്കിച്ചേട്ടന്റെ കൈകളും കൈമുട്ടും ചേടത്തിയുടെ പുറത്ത് കഥകൾ എഴുതുന്നു. നാട്ടുകാർ ഭരണിപ്പാട്ട് കേൾക്കുന്നു. ഈ സമയം ഞാനൊരു ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞ് മേട്ടേന്ന് പ്രാവ് മുക്കുന്നത് കേട്ടിട്ട് പയ്യെ കുഴലുമെടുത്ത് ചെറിയ ഒരു നറയും നിറച്ച് അടുത്ത കറക്കത്തിനായി ഇറങ്ങി. വേറെ പണിയൊന്നും അന്നില്ലല്ലോ. ഞാൻ നടന്ന് നമ്മുടെ വർക്കിച്ചേട്ടന്റെ വീടിന്റെ മുകളിലെത്തിയപ്പോൾ ദേശാമ്മ ചേട്ടത്തിയെ മുറ്റത്തുള്ള മുരിക്കയില് വർക്കിച്ചേട്ടൻ പിടിച്ചു കെട്ടുകയാണ്. മോളെ, ഇന്ന് നിന്നെ ഞാൻ കൊല്ലുമടി. പിന്നെ കുറെ നല്ല വാക്കുകളും പിന്നാലെയുണ്ട്. അകമ്പടി ചേട്ടത്തിയുടെ വകയായി. കാലമാളാ നിങ്ങളെ കാലമൂർക്കം കൊത്തുമിടൂ, തലയിൽ ഇടുത്തി വീഴും മുതലായ അനുഗ്രഹ വചനങ്ങളും. ആകെ മൊത്തം സംഘർഷഭരിതം. നമ്മുടെ സൽബുദ്ധിക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, എന്തുവാ വർക്കിച്ചേട്ടാ, തന്റെ വെണ്ണുമ്പുള്ള മുരിക്കലയാണോ തിന്നുന്നേ? നീ പോളാ നാറി. നീ നിൽക്കുവാണേ ഈ മോളെ ഞാൻ കൊല്ലുന്ന കാണാവളാ. ഞാൻ വാക്കത്തി എടുത്തോണ്ട് വരട്ടെ. എന്റെ പൊന്നു മത്തായി, ഇയാനോട് ഒന്ന് പറയടാ മോനെ, എന്നെ അഴിച്ചുവിടാൻ. ചേർത്തി കരച്ചിലാരംഭിച്ചു. അപ്പൊ പുരക്കകത്തേക്ക് പത്താഴത്തിനടിയിൽ നിന്നും വാക്കത്തി എടുക്കാൻ പോയ വർക്കിച്ചേട്ടന്റെ കാർച്ച കേട്ടു. എന്റെ അരിത്ര വെല്ലിച്ചോ, പാമ്പ് ഓടിവായോ. കാറിക്കൊണ്ട് തന്നെ അങ്ങേര് ഓടി വന്ന് ചേട്ടത്തിയുടെ കെട്ടഴിക്കാൻ തുടങ്ങി. എന്നോടായി, എടാ ഓടി വാടാ, തോക്കും കൊണ്ട് വാടാ, പാമ്പടാ പാമ്പ്. അരിത്ര വെല്ലിച്ചൻ സത്യമുള്ളവനാ. കണ്ട പാമ്പിനെ വിട്ടെ, നിങ്ങളെ ഇനിയും പാമ്പ് കടിക്കുമടോ. ചേട്ടത്തി, ആഹാ കൊള്ളാല ഇടപാടെന്ന് കരുതി ഞാൻ അവിടെ നിന്നു. ചേടത്തി ഒരു ചെറിയ വടിയും എടുത്തോണ്ട് പാമ്പിനെ കൊല്ലാൻ പുരക്കകത്തേക്ക് ഓടി. ദാ വരുന്നു ചേടത്തിയും പോയാലും വേഗത്തിൽ തിരിച്ച്. ഓടി വാടാ മത്തായി, മുട്ടാൻ പാമ്പാളാ. ചേടത്തി വിളിച്ചതുകൊണ്ട് വലിയ പാമ്പായിരിക്കുമെന്ന് കരുതി ഞാനും ഇറങ്ങിച്ചെന്നു.
ഭയങ്കര സാധനമാടാ, തോക്ക് തന്നെ വേണം. അകത്തേക്ക് കയറാൻ തുടങ്ങി എന്നെ വിലക്കിക്കൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. ആഹാ, എന്തൊരു യോജിപ്പ്. എന്തായാലും ഞാനും ഒന്ന് കാണട്ടെ. പത്തായത്തിന്റെ അടിയിൽ വലയിട്ടിരിക്കുക. ഞാൻ വാക്കത്തി എടുക്കാൻ തപ്പിപ്പോൾ പതുപതുപ്പ് തോന്നി. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായേ വർക്കിച്ചേട്ടൻ. ഞാൻ പയ്യെ അകത്തേക്ക് കടന്നു. പത്തായത്തിന്റെ അടുത്തെത്തി. പെരുമ്പാമ്പല്ലെങ്കിൽ മൂർഖൻ, ഇതാണ് എന്റെ പ്രതീക്ഷ. എന്നാൽ സാധനത്തിനെ കണ്ടപ്പോൾ എന്റെ എല്ലാ സപ്തനാടികളും തളർന്നുപോയി. കാലിന്റെ പെരുവിലെന്നൊരു കയറ്റം കയറിയിട്ട് നെറുകന്തലെ ചെന്ന നിന്നെ. ഏതാണ്ട് 6 അടിയോളം ഉയരമുള്ള പത്തായത്തിന് കീഴെ ഒരു മുതല് വളയിട്ട് നിറഞ്ഞിരിക്കുന്നു. താഴേന്ന് വളയിട്ട് കയറി വളയ്ക്ക് മുകളിലായി തലയൊക്കെ എടുത്തു വെച്ച് സുഖമായി ഉറങ്ങുന്നു. തലയിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന കോഴിയുടെ പോലുള്ള പൂവ്. ഒറ്റക്കാഴ്ചയിൽ തന്നെ ചോര കട്ടയായി പൂവ്. കയറിയതിലും വേഗത്തിൽ ഞാൻ പുറത്തു വന്നു. അപ്പോഴേക്കും ബഹളവും കാർച്ചയും കേട്ട് ആളുകൾ എത്തി തുടങ്ങി. ചാച്ചനും ആ കൂടെ ഉണ്ടായിരുന്നു. ചാച്ചൻ അകത്ത് കയറി നോക്കിയിട്ട് വന്നു. കരിങ്കോളിയാണ് സാധനം, ഒരു വെടിക്കാരൻ പോരാ. ചാച്ചൻ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങി. എന്റെ അല്ലേ അപ്പൻ, മോശം വരില്ലല്ലോ. തൊട്ടടുത്തുള്ള കാവുങ്കൽക്കാരുടെ അടുത്തേക്ക് ആള് പോയി. അപ്പോഴേക്കും ശിവൻകുട്ടി തോക്കുമായി എത്തി. കുറെ പേര് വടിവെട്ടാൻ മാറി. കുറെ പേര് ശബ്ദമുണ്ടാക്കാതെ പത്തായത്തിന്റെ എതിർവശത്തുള്ള മറ പയ്യെ പൊളിക്കാൻ തുടങ്ങി. ഇന്നായിരുന്നാല് പത്രക്കാരും ടിവിക്കാരും ഒക്കെ കണ്ടേനെ. ഞാൻ പയ്യെ തോക്കിലെ നിറയഴിച്ചു. ഒരു 9 പേരിന് നിറയ്ക്കാൻ തുടങ്ങി. അരമണിക്കൂറിനകം സന്നാഹങ്ങളെല്ലാം ശരിയായി. ഞാൻ, ശിവൻകുട്ടി, കാവുങ്കൽ തോമ, ഈട്ടിക്കൽ വറിയത് തന്റെ വൈക്കോൽ തുറുവില് ഉന്നം നോക്കുന്ന തോക്കുമായി സൂഗണൻ, പിന്നെ 10-12 പേര് വടിയുമായി. ഞാനാണ് ആദ്യത്തെ വെടി വെക്കേണ്ടത്. രണ്ടാമത് ശിവൻകുട്ടിയും. ഞാൻ കഴുത്തിന് വേണം പൊട്ടിക്കാൻ. കാരണം ഇത് കൊക്കരുത്. പൊക്കിയാൽ ഇതിന്റെ ഇണ അടുത്തെവിടെയേലും ഉണ്ടെങ്കിൽ പാഞ്ഞെത്തും. ഇതൊന്നും അറിയാതെ പാമ്പ് നല്ല ഉറക്കമാണ്. തലേദിവസം നല്ല ഇരയെയും കിട്ടിക്കാണും. അതിന്റെ ആലസ്യമായിരിക്കും. പൊളിച്ച മറയുടെ ഭാഗത്തായി ഞങ്ങൾ നിലയുറപ്പിച്ചു. ഞാനും ശിവൻകുട്ടിയും തോക്കുയർത്തി മുഖത്ത് കൂട്ടി ഉന്നം നോക്കി. ചാച്ചന്റെ അടുത്തുനിന്നും അടയാളം കിട്ടി. ഞാൻ കാഞ്ചി വലിച്ചു. വെട്ടിക്കുട്ടി. മുൻപിൽ പുക മാത്രം. എന്തെല്ലാമോ പൊട്ടുന്നതും തകരുന്നതും കേൾക്കാം. എന്തൊക്കെയോ ദേഹത്ത് വന്ന് വീഴുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. പയ്യെ പുക നീങ്ങി തുടങ്ങി. ഞാൻ നിന്നിരുന്നതിന്റെ എതിർവശത്തുണ്ടായിരുന്ന മറയും പത്താഴവും തകർന്നു നെല്ല് എന്റെ ചുറ്റും നിരന്ന് കിടപ്പുണ്ട്. മുൻപില് തിരമാല അടിക്കുന്നത് പോലെ കിടന്ന് പുളയുന്നുണ്ട് പാമ്പ്. വാലിൽ കുത്തി പൊങ്ങിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. മരണവേദന കൊണ്ടുള്ള പരാക്രമങ്ങളാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ശിവൻകുട്ടി നിന്നിരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അടുത്ത വെടി പൊട്ടാത്തത് എന്താണെന്നറിയാൻ. പക്ഷെ എന്റെ അടുത്തെങ്ങും ഒറ്റ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഓടി. ആ ജന്തു കിടന്ന് കാണിക്കുന്നത് കണ്ടാൽ ആരും ഓടിപ്പോകും. ഞാനും ഓടാൻ തീരുമാനിച്ചുകൊണ്ട് തിരിഞ്ഞു. അതേ നിമിഷത്തിലാണ് പാമ്പിന്റെ വാലുകൊണ്ട് ഒരു തട്ട് കിട്ടുന്നത്. ഞാൻ തെറിച്ചു ചെന്ന് അതിന്റെ ഇടയിലേക്ക് വീണു. മരണം ഉറപ്പായ നിമിഷം. മരണപരവേശത്തിനിടയിൽ പോലും ആ ജീവി ക്രൗര്യത്തോടെ എന്റെ നേരെ തിരിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പിടിച്ചു നിർത്തിയ പാമ്പ് പയ്യെ എഴുന്നേക്കാൻ തുടങ്ങിയ എന്റെ കാലിൽ വാലുകൊണ്ട് ചുറ്റിപ്പിടിച്ച് വെടിയേറ്റ് തകർന്ന കഴുത്തുമായി എന്റെ നേരെ തിരിഞ്ഞു. പോത്തിന്റേതുപോലുള്ള വിടർന്ന അസാധാരണങ്ങളിൽ നിന്നും ചോരയും ചലവും ഒലിച്ചിറങ്ങുന്നു. എന്റെ ദേഹത്തേക്ക് അതിന്റെ ഉച്ഛ്വാസവായു വന്ന് തട്ടുന്നു. ജീവൻ ഇതിനോടൊത്ത് തീർന്നു എന്ന് തന്നെ ഉറപ്പിച്ചു. കാലിലും ദേഹത്തുമായി ചുറ്റിയിരിക്കുന്ന പിടുത്തം മുറുകി വരുന്നു. എല്ലുകൾ ഒടിഞ്ഞു എന്ന് തന്നെ തോന്നി. കൺമുന്നിലൂടെ ഭാര്യയുടെയും കുട്ടികളുടെയും പ്രിയപ്പെട്ടവരുടെയും മുഖങ്ങൾ സ്വപ്നത്തിലൂടെ എന്ന വണ്ണം കടന്നു വന്നു. പതിയെ ആ ജന്തു തന്റെ ചോരയിലിച്ചിറങ്ങുന്ന വായ പൊളിക്കുവാൻ ആഞ്ഞു. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. വെടിപൊട്ടുന്ന ഒച്ച കേട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. ദേഹത്തേക്ക് ചിതറിത്തെറിച്ച ചോരയും മാംസവും. എന്നെ ആക്രമിക്കാനായി തിരിഞ്ഞ പാമ്പിന്റെ തലയുടെ ഒരു ഭാഗം തകർന്ന് ചിതറിപ്പോയിരിക്കുന്നു. എന്റെ ദേഹത്തുള്ള അതിന്റെ പിടി അയഞ്ഞു. തൊട്ടടുത്തായി പോറക്കുന്ന തോക്കുമായി ശിവൻകുട്ടി. ചാടി മാറാ! അവന്റെ അലർച്ച. ഞാനൊരു വിധത്തിൽ ചാടി മാറിയതേ തെരുതെരെ മറ്റുള്ളവരുടെ തോക്കുകളും കാലിയായി. അപ്പോഴേക്കും ചാച്ചൻ ആദ്യത്തെ അടി അടിച്ചു കഴിഞ്ഞു. പിന്നെ തെരുതെരെ പത്തലുകൊണ്ടുള്ള അടിയായിരുന്നു. എന്നെ ശിവൻകുട്ടി വന്ന് താങ്ങിയെടുത്തു. വെടിപൊട്ടിയ നിമിഷം ഇവിടെ മുഴുവൻ തകർത്ത് കളഞ്ഞടാ. വിറച്ചുപോയി. അതാ ഓടിയത്. കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴാണ് നിന്റെ കാര്യം ഓർത്തെ. ഞാനും നിന്റെ ചാച്ചനും തിരിച്ചോടി വന്നപ്പോൾ നീ അതിന്റെ വളയിൽ കുടുങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, താര നോക്കി കീറി, ശിവൻകുട്ടി പറഞ്ഞു. അപ്പോഴേക്കും പാമ്പ് ചത്തു കഴിഞ്ഞിരുന്നു. എങ്കിലും ആളുകൾ അടി നിർത്തിയിട്ടില്ല. എനിക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ലായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടതിന്റെ ഭയം മാത്രം. ഞങ്ങൾ പതിയെ പാമ്പിന്റെ അടുത്തേക്ക് വന്നു. വാല് മാത്രം പതിയെ അനങ്ങുന്നുണ്ട്. ആളുകൾ കൂടി പതിയെ അതിനെ എടുത്ത് നേരെ നിവൃത്തി കിടത്തി. വയലിങ്കൽ അപ്പച്ചൻ ചൂട് വെച്ച് നീളം വളർന്നു നോക്കി. ഏകദേശം 47 അടിയോളം വരും. തലയിൽ ചുവന്ന നിറത്തിലുള്ള പൂവ്, കഴുത്തിനടിയിലായി പാതി തകർന്നെങ്കിലും തെളിഞ്ഞു കാണാവുന്ന വി ആകൃതിയിലുള്ള അടയാളം. 1-2 മണിക്കൂറോളം ആളുകൾക്ക് കാണുന്നതിനായി അതിനെ അവിടെ തന്നെ കിടത്തി. പിന്നീട് ആളുകൾ കൂടി കുഴിച്ചിട്ടു. ഇന്നായിരുന്നെങ്കിൽ ഫോട്ടോ എങ്കിലും എടുത്തു വെക്കാമായിരുന്നു. അല്ലെങ്കിൽ എംബാം ചെയ്ത് സൂക്ഷിക്കാനെങ്കിലും സാധിക്കുമായിരുന്നു. ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി. വർക്കിച്ചേട്ടന്റെ പിശുക്ക് അന്നത്തോടെ തീർന്നു. പിന്നീട് അങ്ങേര് മരിക്കുന്നിടം വരെ പിശുക്കും കാണിച്ചിട്ടില്ല, ഭാര്യയെ തല്ലിയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുണ്ടാകും. ആലക്കൽ ചാണ്ടി കുളിക്കാനായി തോട്ടിൽ ചെന്നു. അന്നൊക്കെ കുളി നട്ടുച്ചയ്ക്കാണ്. അതാണ് തണുപ്പ്.
പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിറന്ന പടി നിന്നാണ് കുളി. ചാണ്ടിയുടെ കുളിക്കടവിന് ചുറ്റും ചണ്ണ വളർന്ന് മുറ്റി നിൽക്കുകയാണ്. ചെന്ന പടിയൊക്കെ തുണിയൊക്കെ പറിച്ച് കരക്കിൽ വെച്ചിട്ട് പയ്യെ വെള്ളത്തിൽ മുങ്ങി ഒരു തേയൊക്കെ തേച്ച് അടുത്ത മുങ്ങിച്ചയും കഴിഞ്ഞ് അടുത്ത കല്ലിൽ കയറിയിരുന്ന് തോർത്താൻ ആരംഭിച്ചു. എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ചാണ്ടി കാണുന്നത് ചണ്ണ രണ്ടു വശത്തേക്കായി അകലുന്നതാണ്. ഇതെന്തുവാ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ കരിനീല നിറത്തില് തടി വലിഞ്ഞു വരുന്ന പോലെ എന്തോ വലിഞ്ഞു വരുന്നത് കാണാം. കർത്താവേ, കോളി! എന്റെ അരിത്ര വലിച്ച! ഒരു കാർച്ചയും ഓട്ടവും ഒന്നിച്ചായിരുന്നു. ഓടി ഏറുമാടത്തിന്റെ മണ്ടയിൽ കയറിയിരുന്നിട്ടും കാർച്ച നിർത്തിയില്ല. ഈ കാർച്ച കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഓടിച്ചെല്ലുന്നത്. ഓടി ഏറുമാടത്തിന്റെ മുകളിൽ ചെന്നു. പുള്ളി പരിസരം പോലും മറന്ന് പിറന്ന പടിയിരുന്ന് കാറി വിടുകയാണ്. ഞങ്ങൾ വിളിച്ചു നോക്കി, ഒരു രക്ഷയുമില്ല. പിന്നെ ഒറ്റ മാർഗമേ, ഒറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു തുടക്കിട്ട്. ഞാൻ എവിടാ? പാമ്പ്! എന്തു പാമ്പ്? കോളി! എവിടെ? കുളിക്കടവില്. ഞങ്ങള് കുളിക്കടവിൽ പോയി നോക്കി. ചണ്ണ രണ്ടു വശത്തേക്ക് മറിഞ്ഞു കിടക്കുന്നതും നടുവിലൂടെ തടി വലിച്ചുകൊണ്ട് പോയതുപോലൊരു പാടും കാണാം. ഞങ്ങൾ പണ്ട് കൊന്ന പാമ്പിന്റെ ഇണയാണ് എന്നൊരു നിഗമനത്തിലെത്തി പിരിഞ്ഞു. പിന്നീട് പലരും പലയിടത്തും വെച്ച് ഇതിനെ കണ്ടതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ പറയുന്ന പാമ്പ് ജീവനോടെ ഉണ്ടാകണമെങ്കിൽ അനാക്കോണ്ടയെക്കാളും വലുതും ഭീകരനുമായ ജീവിയാകാം ഇത്. പിന്നെ അനാക്കോണ്ട എന്ന വാക്ക് നമ്മുടെ തമിഴിൽ നിന്നും എടുക്കപ്പെട്ടതാണല്ലോ. ചിലപ്പോൾ അത് ശരിയാകാം, ചിലപ്പോൾ ഭാവനയുമാകാം. എന്തൊക്കെയാണെങ്കിലും ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളും ആളുകളെയും എനിക്ക് പരിചയമുള്ളതാണ്. ഇവരെല്ലാം ഇത് ഏകദേശം ഒരേ രീതിയിൽ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ ഇടുക്കി ഡാമിൽ മീൻ പിടിക്കാൻ പോയവരും ഇതുപോലുള്ള ഒരു പാമ്പിനെ ജലാശയത്തിനുള്ളിൽ കണ്ടതായി പറഞ്ഞു കേൾക്കുകയുണ്ട്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾക്കും അറിയാമെങ്കിൽ ദയവായി താഴെ കുറിച്ചിടുമെന്ന് പ്രതീക്ഷിക്കുന്നു.